രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചു. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം സൗജന്യ ചികിത്സയുൾപ്പെടെ ആരോഗ്യ മേഖലയിലും ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതിക്കായി 900 കോടി രൂപ വകയിരുത്തി. കഴിഞ്ഞ വർഷത്തിനേക്കാൾ 200 കോടി രൂപയുടെ വർധനവാണിത്. വയോധികർക്കായി ന്യൂമോണിയ പ്രതിരോധ വാക്സിനായി 50 കോടി വകയിരുത്തി. സംസ്ഥാനത്തെ കാർഷിക രംഗം മെച്ചപ്പെട്ടുവെന്നും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രഖ്യാപനത്തിനിടെ പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് 2024 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അതേസമയം സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും നാറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് ബജറ്റ് പ്രഖ്യാപനം ഉറപ്പു നൽകി. ഇതിനായി നിയമനിർമ്മാണം നടത്തും. പദ്ധതിയിലെ ചെലവുകൾക്കായി പ്രാഥമികമായി 20 കോടി രൂപ നീക്കിവെക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർക്ക് വമ്പൻ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിക്കും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക മാർച്ച് മാസത്തിനകം തീർക്കും. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി വമ്പൻ പ്രഖ്യാപനങ്ങളും ഉണ്ടായി. 1 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നടപ്പാക്കും. ഇതിനായി 15 കോടി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. അങ്കണവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചു. ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെ വർധനവും വരുത്തും. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ബജറ്റിൽ ക്ഷേമ പെൻഷനായി 14,500 കോടി രൂപ വകയിരുത്തി. അടുത്ത സാമ്പത്തിക വർഷത്തേക്കാണ് തുക. LDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പെൻഷന് 3,820 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അതേസമയം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ജനം വിശ്വസിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവും വെച്ചാണ് സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി. 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന അവകാശവാദമാണ് നടത്തുന്നത്. ബജറ്റിനെ പൊളിറ്റിക്കൽ ഡോക്യുമെന്ററിയാക്കി മാറ്റി. തിരഞ്ഞെടുപ്പിന് മുൻപേ ആളുകളെ കബളിപ്പിക്കാനുള്ള നീക്കമാണിതെന്നും VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും ധനകാര്യമന്ത്രി കുറ്റപ്പെടുത്തി. വോട്ട് ചോരി മാത്രമല്ല നോട്ട് ചോരിയും നടക്കുന്നുണ്ടെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% നൽകുമ്പോൾ കേന്ദ്രം നികുതി വിഹിതമായി കേരളത്തിന് 25% മാത്രമാണ് നൽകുന്നതെന്നും ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 4ാമത്തെ ബജറ്റ് പ്രസംഗമാണ് ഇത്തവണ KN ബാലഗോപാൽ നടത്തിയത്. 2 മണിക്കൂർ 54 മിനിറ്റ് ആയിരുന്നു ദൈർഘ്യം.